ഭട്ടതിരിപ്പാട് പറയുന്നു, എൻ്റെ ഗുരുവായൂരപ്പൻ ഈ കാണുന്നൊരു ബിംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല എന്ന്. ഗുരുവായൂരിലിരുന്നു കൊണ്ട് ഭട്ടതിരിപ്പാട് പറയാണ്. ഇപ്പൊ കൃഷ്ണനെ എവിടെ കാണാനാ പറയുന്നത്? മുന്നിലുള്ള വിഗ്രഹത്തിൽ കാണാനല്ല പറയുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ ആയുധങ്ങൾക്ക് ചെലവഴിക്കുന്നത്. പക്ഷെ നമുക്ക് നിവൃത്തിയിൽ ചെലവഴിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരുതൻ തോണ്ടാൻ വരുന്നു, മറ്റവനാണെങ്കിൽ ബോംബ് പൊട്ടിക്കാൻ വരുന്നു. അപ്പോൾ പിന്നെ ആയുധമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഹു ഈസ് ഗോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്ന ബുദ്ധി വൈഭവത്തെ. ഇതിന് സംസ്കൃതത്തിൽ പറയാം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുക. എന്താണ് ഇത്? നമ്മൾ ഹിന്ദുക്കൾ വിഗ്രഹമാണ് ദൈവം എന്നാക്കിപ്പോയി. നമ്മൾ പഠിച്ചില്ല ആരാണ് ദൈവം. പ്രജ്ഞാനം ബ്രഹ്മ. ഉപനിഷത്ത് മന്ത്രമാണ് ഞാനീ പറയുന്നത്. ഇതൊക്കെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നുണ്ടോ? നമ്മൾ കുട്ടിക്കാലം മുതൽ എന്താ പഠിക്കുന്നത്? ബിംബമാണ് ദൈവം എന്നാണ്. ആരാണ് ദൈവം? എന്നാൽ ഈ നാരായണീയം ഭാഗവതമൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മളെ പഠിപ്പിച്ച് മുഴുവൻ പൊട്ടത്തരായിരുന്നു എന്ന്. ഭട്ടതിരിപ്പാട് പറയുന്നു, എൻ്റെ ഗുരുവായൂരപ്പൻ ഈ കാണുന്നൊരു ബിംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല എന്ന്. ഗുരുവായൂരിലിരുന്നു കൊണ്ട് ഭട്ടതിരിപ്പാട് പറയാണ്. 98-ാം ദശകത്തിലെ 3-ാം ശ്ലോകം നാരായണീയം എടുത്ത് വായിച്ചു നോക്കൂ. നാരായണീയത്തിലെ വരികൾ ഇതാണ്: നോ തിര്യം ചം നമർത്യം നസുരമസുരം ന സ്ത്രീയം ന പുമാംസം നോ ദ്രവ്യം കർമ്മജാതിം സതസത്വാപിതേ രൂപമാഹു ശിഷ്ടം യസ്യാ നിഷേധേ നികമശതേ ലക്ഷണാവൃത്തിതസ്ഥൽ കൃഷ്ണേനാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. എന്താ പറയുന്നത്? നോ തിര്യം ചം. തിര്യക്ക് എന്ന് പറഞ്ഞാൽ മൃഗരൂപത്തിലുള്ള ആളല്ല എൻ്റെ കൃഷ്ണൻ. എന്നാൽ പിന്നെ മർത്യം മനുഷ്യരൂപത്തിലാണോ? മനുഷ്യരൂപത്തിലാണോ? അതുമല്ല. ന മർത്യം നസുരം. ആരല്ല? ഒരു ദേവനല്ല, അസുരനുമല്ല. പിന്നെ ന പുമാൻ, മനുഷ്യരൂപം എടുത്ത ആളല്ല. ന സ്ത്രീ, ആരുമല്ല, സ്ത്രീയല്ല. ഇനി അടുത്ത വരി എന്താ പറയുക? ന ദ്രവ്യം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ബിംബവുമല്ല എന്ന്. ഒരു വിഗ്രഹമല്ല എൻ്റെ കൃഷ്ണൻ എന്നാണ്. ഇത് തുറന്നെഴുതിയ ആളാണ്. ആര്? ഇത് ഭട്ടതിരിപ്പാടിൻ്റെ വരികളാണ്, എൻ്റെ വരികളല്ല. ദ്രവ്യം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു രൂപത്തെയാണ് ദ്രവ്യം എന്ന് പറയുക. ദ്രവ്യം എന്താ മിണ്ടാത്തത് നിങ്ങൾ? ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റുന്ന ഒരു രൂപം. അപ്പം നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്ന ഒരു രൂപവുമല്ല. ആരുടേത്? ആരുടേത്? ഭഗവാന്റേത്. സത്വമല്ല, അസത്വമല്ല. പിന്നെ ആരാണ് കൃഷ്ണൻ? ശിഷ്ടം യസ്യാ നിഷേധേ. ഇതൊക്കെ ഒന്നങ്ങോട്ട് നിഷേധിച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട്. അതെന്താണ്? കൃഷ്ണേനാവേദ്യമാനം. ഇതൊക്കെ കാണാൻ നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച തരുന്ന ഒരു ഉള്ളിലൊരു അവയർനെസ് ഉണ്ടല്ലോ, ബോധമുണ്ടല്ലോ, കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഉള്ളിലുണ്ടല്ലോ ഒരു ബോധം. ആ ബോധം തന്നെയാണ് കൃഷ്ണനെന്ന് വേദ്യമാനം അറിഞ്ഞാലും എന്നാണ്. ഇപ്പം കൃഷ്ണനെ എവിടെ കാണാനാ പറയുന്നത്? കൃഷ്ണനെ ഭട്ടതിരിപ്പാട് എവിടെ കാണാനാ പറയുന്നത്? മുന്നിലുള്ള വിഗ്രഹത്തിൽ കാണാനല്ല പറയുന്നത്. അത് നമുക്ക് ഉള്ളിലുള്ള കൃഷ്ണനെ അറിയാനുള്ളൊരു ഉപാധിയാണെന്ന് പാവം ഹിന്ദുക്കളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം കൃഷ്ണനെ കണ്ടു തൊഴുതു പോകുന്നവരാണ് നമ്മൾ. അറിഞ്ഞ് ഉപാസിക്കുന്നവർ വളരെ അവർക്ക് പറയൂ. കൃഷ്ണൻ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞെന്താ അറിയോ? എന്നെ നിങ്ങൾ കണ്ടു തൊഴുതു പോവല്ല വേണ്ടത്, നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അറിയണം. നിങ്ങൾ നോക്കൂ, ഗീതയിലെ 18-ാം അധ്യായത്തിൽ 55-ാം ശ്ലോകത്തിലൊക്കെ കൃഷ്ണൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ആര് പഠിപ്പിക്കണോ നമ്മളെ? ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? അവിടെ പറയുന്നുണ്ട്, ഭക്തിയാമം അഭിജാനാതി യാവാന്യശ്ചാനി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ എന്നൊരു വാക്കുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയി കൃഷ്ണനെ കാണുകയാണ്. കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ എന്നെ അറിയൂ എന്നാണ് പറയുന്നത്. കൃഷ്ണനെ എന്ത് ചെയ്യണം? എന്താണ് മിണ്ടാത്തത് നിങ്ങൾ? കാണാനല്ല കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ പറയുന്നത്, അവർക്ക് പറയൂ, അറിയൂ.
അറിയൂ അറിയൂ എന്ന് ഉറക്കെ പറയൂ നിങ്ങൾ. കൃഷ്ണനെ നമ്മൾ അറിയണം. അപ്പം എന്താണ് അറിയേണ്ടത്? നിങ്ങൾക്ക് രൂപത്തെ കാണാൻ അറിവ് തരുന്നൊരറിവുണ്ടല്ലോ, ബോധമാകുന്ന അറിവില്ലേ? ആ അറിവ് തന്നെയാണ് കൃഷ്ണനെന്ന് അറിയണം. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി, നമ്മൾ ആവർത്തിക്കുന്നതാണ്. കണ്ണിനു അവർക്ക് പറയൂ, കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ എന്നൊക്കെ നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളെ വൈവിധ്യമാക്കി വെച്ചത് ആരാണ്? ഭഗവാനാണ്. അപ്പം ഞാനൊരു വൈവിധ്യതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഞാൻ വൈവിധ്യതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ വൈവിധ്യമാക്കിയ ആരുണ്ട്? അവർക്ക് പറയൂ, ഭഗവാനും കൂടെയുണ്ട് ഇല്ലേ? അത് മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? എന്ന് മാത്രമല്ല, എനിക്ക് ഇതൊക്കെ വൈവിധ്യമായി തന്നിട്ടുണ്ടെങ്കിൽ എന്നിൽ വൈവിധ്യമായ ഒരു ദിവ്യമായ കഴിവും എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക, സയൻസ് നമ്മുടെ ഹിന്ദുക്കളാണ് ശരിക്കും അപ്ലൈ ചെയ്തത്. എന്താണ് സയൻസ് പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളിലുള്ള നോക്കൂ, ഇല്ലാത്തൊരു കഴിവ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ജന്മസിദ്ധമായ ദൈവീകമായ കഴിവിനെ വികസിപ്പിച്ചെടുത്ത് ആ കഴിവിനെ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഓരോ വ്യക്തിയും മനസ്സിലാക്കുക, എനിക്ക് കഴിവുണ്ട്, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേ, അസൂയപ്പെട്ടേ, മത്സരിച്ചോ ജീവിക്കേണ്ട. എന്താ, അതല്ലേ വിദ്യാഭ്യാസം? ഇങ്ങനെയല്ലേ കുട്ടികളെ വളർത്തേണ്ടത്? ആണോ? എന്നാൽ ഞാൻ പറഞ്ഞ ഈ രൂപത്തിലാണോ ഇന്ന് കുട്ടികൾ വളരുന്നത്? പറയൂ. അതുകൊണ്ട് എന്താ ഈ പാവം കുട്ടികളിലൊക്കെ കോംപ്ലക്സ് കുത്തി നിറച്ച് ഈ പാവം കുട്ടികൾ അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ് റെസ്പോൺസിബിൾ. മനസ്സിലാവുണ്ടല്ലോ? ഓരോ കുട്ടിയും ആത്മഹത്യ വിദ്യാഭ്യാസ മന്ത്രി അകത്തിടണം. ഞാൻ അതാ പറയുക, നമുക്ക് ക്രമേണ സ്കൂൾ പൂട്ടിച്ച് കൈ കൊടുക്കണം. അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഈ ഒരു അറിവിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു വിദ്യാഭ്യാസം, അതായിരുന്നു നമ്മുടെ ഗുരുകുലങ്ങൾ. ഇത് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരത് പൂട്ടിച്ചത്. കാരണം അവർക്കറിയാം, ഇങ്ങനെ ഹിന്ദുക്കൾ പോയാൽ ലോകത്തെ കീഴടക്കി കളയും നമ്മൾ. കാരണം ഇത്രയും വൈവിധ്യങ്ങളായ കലകളും ഇത്രയും വൈവിധ്യങ്ങളായ ഗ്രന്ഥങ്ങളും ഇത്രയും സാധനങ്ങളുള്ള ഒരു സമൂഹം ലോകത്തിൽ എവിടെയും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ നമ്മൾ ക്രമേണ പാശ്ചാത്യരാണ് ബുദ്ധിയുള്ളവർ, അത് പഠിക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന തെറ്റായൊരു അവബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ അടിമകളാക്കി മാറ്റിയവർ. എന്നാൽ ഈ കഴുതകളായ മന്ത്രിമാരെങ്കിലും അറിയണ്ടേ? ഗവൺമെൻറ്റുകൾ അവരെങ്കിലും തിരിച്ചറിയണ്ടേ? ഇതൊക്കെ സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരണം, ഉയർത്തിക്കൊണ്ടുവരാം. ആർക്കറിയാം? അതിന് അവരേ ഗീത പഠിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗീത പഠിക്കുന്ന ഒരു സമൂഹമുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം വന്നാൽ മാത്രമേ സമൂഹത്തിനെ അവർക്ക് പറയൂ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓരോ ജന്മത്തിനും അതിൻ്റേതായിട്ടുള്ള മഹത്വവും വൈഭവവും ഉണ്ടെന്ന്. ഇന്നിപ്പോൾ അതാണോ കാണുന്നത്? ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ മത്സരവും പോരും അടിയും ഇടിയും കുത്തും. കുട്ടികൾ സ്കൂളിൽ പോകുന്നതേ പഠിക്കാനല്ല, അടിപിടി ബഹളത്തിനായിപ്പോയി. കാരണം അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. പഴയ ആത്മാർത്ഥ അധ്യാപകർക്കില്ല. ഈ പറഞ്ഞ തന്നെ ആവർത്തിച്ച് ആർക്ക് കേൾക്കണം? ഈ ചർവിതം. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? സത്യത്തിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചില്ലേ ചില അധ്യാപകർക്ക് പനി വരണം എന്നുള്ളത്? ഇല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലയോ? അപ്പോൾ അതും തന്നെ മനസ്സിലായിക്കൂടെ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് ആ വിദ്യാഭ്യാസം കടന്നുപോയതെന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ബോറിങ് അടിച്ച് കുട്ടികളെ കളിക്കേണ്ട ഒരു മാത്രം ഉള്ളതുകൊണ്ട് വീട്ടിൽ അതിലും ബോറിങ് ആയതുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവീകമായ ശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ അവർക്ക് പറയൂ ഉപയോഗപ്പെടുത്തി. ഈ ഭൂമിയിൽ വന്നത് നമ്മൾ ആരുമായിട്ട് പോരടിക്കാനോ മത്സരിക്കാനോ പരാതി പറയാനോ അല്ല, മറിച്ച് ഉള്ളിലുള്ള ദൈവീകമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പടിപടിയായി അവർക്ക് പറയൂ
ഉയർത്തിക്കൊണ്ടുവന്നാൽ, ഉപാസനകളിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ, ഈ ഉപാസനയുടെ ശക്തി കൊണ്ട് മനോബലം വന്നാൽ മരിക്കുന്നത് വരെ ആത്മശക്തി, ആത്മതൃപ്തി, ആത്മരതി, ആത്മസുഖം വേണോ? ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിലേക്ക് എത്താൻ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യം പറയുമ്പോഴാണ് ഇവിടെ സൃഷ്ടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇനി കാണുന്നത് വരാഹ അവതാര കഥയിലേക്കാണ്. ഏതാണ്? അവതാരം. അപ്പം ഇവിടെ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യപ്രജകളായിരുന്നു സ്വയംഭൂമനുവും ശതരൂപാദേവിയും. ആരൊക്കെയാണ്? ഇവരുടെ കഥയാണ് ഇനി 5-ാം സ്കന്ധം വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്വയംഭൂമനുവും ശതരൂപാദേവിയും അവരിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടു, ജീവിക്കാൻ നോക്കും. ഭൂമി കാണുന്നില്ല. അപ്പോൾ ഭൂമി എവിടെ നോക്കുമ്പോൾ പണ്ട് ദിതി എന്ന് പറയുന്ന കശ്യപൻ്റെ ഭാര്യ ദിതി, കശ്യപന് 2 ഭാര്യമാരാണ്, ദിതിയും. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ വേണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അവർക്ക് കാമത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഭർത്താവിനെ നിർബന്ധിച്ച് പുത്രൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിൽ നിന്നും ഇത് കിട്ടി. പക്ഷേ ഭർത്താവ് ശപിച്ചു കളഞ്ഞു. ഉണ്ടാവുന്ന കുട്ടികൾ അസുരന്മാരായി തീരട്ടെ. സന്ധ്യാസമയമാണ്. ആ സമയം എന്ന് പറയുന്നത് മനസ്സൊരു ഡിപ്രസ്ഡ് മൂഡിലാണ്. കാരണം സൂര്യൻ അസ്തമിച്ചാൽ മനസ്സിനൊരു ഡിപ്രഷൻ വരും. ഇതിനെ സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും. അങ്ങനെ ഒരു സൈക്കിക് ഇതുണ്ട് മനസ്സിന്. അപ്പം ആ സമയത്ത് മനസ്സ് ഡൗൺ ആകുമ്പോൾ ആസുരിക സ്വഭാവമുള്ള ശക്തികളെല്ലാം ശക്തി കൂടും. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്തുണ്ടല്ലോ, പേടി വരരുത്. ഗർഭിണികളോട് കഥ പറയുന്നത് പേടി, കാരണം അത് കുഞ്ഞിനെ ബാധിക്കുമെന്നൊക്കെ. ഇപ്പം എന്നതുപോലെ ഇവിടെ ഈ സന്ധ്യാസമയത്ത് പുത്രോത്പാദനം ചെയ്ത് ആ പുത്രോത്പാദനത്തിൽ നിന്നും ഉണ്ടായ കുട്ടികളാണ് ആസുരിക സ്വഭാവമുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഇതിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ തന്നെ അടിച്ചു മാറ്റിയതാണ്. ഇപ്പം ബാങ്കിൽ നിന്നൊക്കെയല്ലേ അടിച്ചു മാറ്റുന്നത്, അതൊക്കെയാണുള്ള പത്രവാർത്തകൾ. പക്ഷേ ഇവിടെ ഹിരണ്യാക്ഷൻ ഏത് തന്നെ ഭൂമി തന്നെ കൊണ്ടുപോയി രസലോകത്തിലേക്ക് എന്നാണ്. അപ്പോഴേക്കും ഇവർ 2 പേരും നോക്കും, താമസിക്കാൻ ഭൂമിയില്ല. 2 പേരിരുന്ന് തപസ് ചെയ്തു, ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ബ്രഹ്മാവ് നോക്കും ഭൂമിയില്ല. ബ്രഹ്മാവും ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും ഒരു ഉഗ്രരൂപം പുറത്തേക്ക് ചാടിയത്. വന്നതും അത് ഒരു രൂപത്തെ എടുത്തു, ഒരു വരാഹ രൂപത്തെ എടുത്തു, പന്നിയുടെ രൂപത്തെ എടുത്തു. അപ്പോഴേക്കും സനൽകുമാരാദി ദേവന്മാരൊക്കെ അവിടെ വന്ന് ആ ഒരു രൂപത്തെ സ്തുതിച്ചു. ഭാഗവതത്തിൽ ആദ്യത്തെ അവതാരമായി അവതരിപ്പിക്കുന്നത് ഏതവതാരമാണ്? വരാഹ അവതാരമാണ്. പിന്നീട് വരാഹ ഭഗവാൻ അവിടെ നിന്ന് നേരെ രസലോകത്തിൽ പോയി ഭൂമിയെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഹിരണ്യാക്ഷനുമായി ഘോര യുദ്ധം ചെയ്ത് അങ്ങനെ ഹിരണ്യാക്ഷനെ യുദ്ധത്തിൽ വധിച്ചുകൊണ്ട് തൻ്റെ ലീല പൂർത്തീകരിച്ചു പോയ കഥയാണ് ഹിരണ്യാക്ഷവധവും അതുപോലെ വരാഹാവതാരവും ഹിരണ്യാക്ഷവധവും ഭൂമിയെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കലും. ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ പറയും ഇതിലും വലിയ ബ്ലഫ് അടിക്കരുതെന്ന്. കാരണം ഇതൊക്കെ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന കഥയല്ല. കാരണം ഇവിടെ ഭൂമിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളുടെ ഈ സ്വയംഭൂനും എവിടെ നിന്നിട്ട് തപസ് ചെയ്ത് വെച്ച് നമ്മൾ വിട്ടില്ലേ? സ്വയംഭൂമനും അപ്പം എവിടെ ഇരുന്നത്? ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഭൂമി ഇല്ലല്ലോ. അതുപോലെ തന്നെ ബ്രഹ്മാവ് വന്നു, ഭഗവാൻ എവിടെ അവതരിച്ചു? ഏത് ഭൂമിയിൽ അവതരിച്ചു? കാരണം ഭൂമിയില്ലല്ലോ. ഇതെന്താ സ്പേസിൽ നടക്കുന്ന കഥയോ? അപ്പം ഇവിടെ ഈ കഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തലത്തിലാണ്. ഭൂമി എന്നതിന് ഭൂമിക എന്ന് പറയും. എന്ന് വെച്ചാൽ മനസ്സിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഭൂമി. അല്ലാതെ ഒരു പന്നിക്ക് ഭൂമി എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഏത് LKG കുട്ടിക്കും അറിയാം. അപ്പം മനസ്സിനെയാണ് ഇവിടെ ഭൂമി എന്ന് വിളിക്കുന്നത്. ഭഗവാനെ അതുകൊണ്ട് മനസ്സിനെ ഉയർത്തുന്ന ശക്തി ആയതുകൊണ്ട് ഭഗവാനെ ഭൂമൻ എന്ന് വിളിക്കും. ഭൂമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളവൻ എന്നർത്ഥം. നാരായണീയത്തിൽ 2-3 സ്ഥലത്ത് ഈ ഭൂമൻ എന്നുള്ള വാക്കുണ്ട്. ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ ഭൂമൻ എന്നുള്ള വാക്ക്? ആർക്കെങ്കിലും അറിയോ ഭൂമൻ എന്നുള്ള വാക്ക്?
91 ദശകത്തിൽ 2-ാം ശ്ലോകത്തിൽ കാണാം. ഏതാണ് ശ്ലോകം? അറിയുന്നവരുണ്ടോ ആരെങ്കിലും? ഏതാ ശ്ലോകം? ഭൂമൻ കായേന വാചാ മുഹുരഭിമനസാതൊൽബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസോ അർപ്പയാമി ജാത്യാപീഹസ്വഭാഗത്വയി നിഖിലമന കർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു നിഖിലമന ത്വൽപതൽ വിപ്രവര്യ. എന്താ പറയുന്നത്? ഭൂമൻ എന്ന് അഭിസംബോധന ചെയ്യാണ്. വീണ്ടും നാരായണീയത്തിൽ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദവിയൂഷരൂപേ നിർലീനാനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സ്വത്തമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകള ഇതി വജ ത്വൽക്കലാ സേവ ഭൂമൻ. അവിടെയും ഭൂമൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൽ കാണാം. ഭൂമൻ എന്നാൽ മനസ്സിനെ ഉയർത്താൻ ശക്തിയുള്ളവൻ. അങ്ങനെ ഭഗവാൻ വരാഹരൂപത്തെ എടുത്തപ്പോൾ ഇവിടെ വരാഹരൂപത്തെ വിളിക്കുന്നത് യജ്ഞവരാഹം എന്നാണ്. എന്ത് വരാഹം? യജ്ഞവരാഹം. അതെന്തിനാണ് ഭഗവാൻ പന്നിയുടെ രൂപം എടുത്തത്? പന്നി ഏറ്റവും മലിനമായ സാധനം എടുക്കുന്ന കഴിക്കുന്ന ഒരു ജീവിയാണ്. അവിടെ വൃത്തിയാക്കി വയ്ക്കുന്നത്. പന്നിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പന്നി ചില നാട്ടിലൊക്കെ ഇപ്പോൾ പന്നി സുലഭമായിട്ടുള്ള നാടില്ല. ഇപ്പം ഒരുവിധം എല്ലാ വീട്ടിലും വരാഹാവതാരം വരാൻ തുടങ്ങിയ കാലമാണ്. എത്ര പേരുടെ നാട്ടിൽ, എത്ര പേരുടെ വീട്ടിൽ വരാഹം വരുന്നുണ്ട്? കുറേ പേർക്ക് വരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം പന്നിയെ പേടിച്ചിട്ട് നമ്മുടെ വനമന്ത്രി മുങ്ങി നടക്കുക. കാരണം ഒരുവിധം കർഷകരൊക്കെ പന്നി കാരണം കൃഷി നിർത്തിവെച്ചിരിക്കുകയാണ്. എവിടെ പോയാലും പന്നി എന്ന് അയാളെ വിളിക്കുന്ന ആൾക്കാരെ അവരുടെ പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം വിചാരിക്കുന്ന അയാളെ ചീത്ത വിളിക്കുകയാണെന്നാണ്. പന്നി എന്ന് വിളിച്ച മന്ത്രിയുടെ അടുത്തേക്ക് ഒന്നാലോചിച്ച്, ഈ വനമന്ത്രിയായ വലിയ ബുദ്ധിമുട്ടാണ്. ബാക്കി ഏത് മന്ത്രിയാവാം. കാരണം എന്ത് പ്രശ്നം വന്നാലും ഇപ്പം പന്നി പ്രശ്നമാണ് ഒരുവിധം എല്ലാവർക്കും. ഇതും കൊണ്ട് മന്ത്രിയുടെ അടുത്ത് പന്നി അല്ല, അങ്ങനെയല്ല വിളിച്ചത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പന്നിപ്രശ്നത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. അപ്പോൾ ഏത് കേൾക്കണം? പന്നി എന്നുള്ള വാക്ക് കേൾക്കണം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരാഹം ഇന്ന് എല്ലാവരുടെയും നാട്ടിലെത്തിയിട്ടുണ്ട്. അത് നോക്കൂ, എന്തെങ്കിലും ഒന്ന് കഴിച്ച് വൃത്തിക്ക് വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പന്നിയുടെ സ്വഭാവമുണ്ട്. അപ്പം ഇവിടെ മനസ്സിനെയാണ് നമുക്ക് വൃത്തിയാക്കി വെക്കേണ്ടത്. ഇപ്പോൾ വരാഹം എന്ന വാക്കിൻ്റെ അർത്ഥം യജ്ഞവരാഹം എന്നാണ്. യജ്ഞവരാഹം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, സഹവർത്തിത്വത്തെയാണ്, സഹകരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? യജ്ഞം എന്ന് വിളിക്കുന്നത്. അതായത് വളരെ ശ്രദ്ധിക്കും, പണ്ടുള്ളവർക്ക് മനസ്സിലായി മനസ്സിനെ ഉയർത്താൻ എളുപ്പമായൊരു വഴിയാണ് സഹവർത്തിത്വം എന്നത്. എന്താണ്? ഒരു സഹവർത്തിത്വത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് ഈ ഭൂമിക്കും ജീവിതത്തിനും ഒരു സുരക്ഷിതത്വം ഉള്ളത്. എല്ലാവരുടെ ഈ സത്യത്തിലുണ്ട്. ഈ കഥ വളരെ ഇന്ന് ലോകത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. അതായത് എല്ലാ രാഷ്ട്രങ്ങളുടെ ഇടയിലും ഒരു സഹവർത്തിത്വം ഉണ്ടെങ്കിലേ അന്തരീക്ഷത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഏതെങ്കിലും രാജ്യം കാലാവസ്ഥയിൽ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ഇപ്പം നിങ്ങൾ കേട്ട് കാണാം, ഹരിയാനയിൽ പാടത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന ഡൽഹിക്കാരാണ്, അല്ലേ? കേൾക്കാറില്ല ഇങ്ങനെ ഒരു വാർത്തകൾ? ഉണ്ടോ? കൃഷിക്കാർ പാടത്ത് കൊയ്ത് എടുത്തതിൻ്റെത് ബാക്കി അവശിഷ്ടം കത്തിക്കും. പക്ഷേ ദുരിതം എവിടെയുള്ളവർക്ക്? ഡൽഹിയിലുള്ളവർക്കാണ്. അപ്പം പരസ്പരം ഒരു സഹവർത്തിത്വം പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാവണം. ഇന്ന് അതിനെക്കുറിച്ച് ചെറിയൊരു അവബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഭൂകമ്പങ്ങളൊക്കെ പണ്ടത്തേതിനേക്കാളും കൂടുതലാണ്. പ്രകൃതി ദുരന്തങ്ങൾ കൂടി വരികയാണ്. പ്രകൃതിയുടെ റിസോഴ്സ് പണ്ടത്തേതിനേക്കാളും കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ കൂടി വരുന്ന കാലത്ത് മനുഷ്യന്
അല്പം ഒരു സഹവർത്തിത്വം ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഉറക്കെ പറയൂ സാധ്യമല്ല. അപ്പം മനുഷ്യന് 2 സഹവർത്തിത്വം വേണം. ഒന്ന് ഭൗതിക തലത്തിലും വേണം, 2 ആത്മീയ തലത്തിലും. ശരിക്കും പറഞ്ഞാൽ ഈ വരാഹ അവതാരം ഉണ്ടല്ലോ, ഇതൊരു ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. കാരണം ഈ വരാഹ അവതാരം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് അതിനെ ബോധത്തിലാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇത് വളരെ ഒത്തിരി ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഭീഷണി എന്ന് പറയുന്നത് ഈ റിസോഴ്സുകൾ ചിലരുടെ കയ്യിലാണ്, എല്ലാവരുടെയും കയ്യിലില്ലാത്തത് കൊണ്ട് എപ്പോഴും റിസോഴ്സ് ഉള്ളവർ മറ്റുള്ളവരെ അത് വെച്ച് മുതലെടുത്ത് ചൂഷണം ചെയ്തേക്കാം. അല്ലേ? ആണോ അല്ലയോ? ഇപ്പം നോക്കൂ, നിങ്ങൾ ഈ കൃഷിക്കാരിൽ നിന്ന് സാധനം വാങ്ങിച്ച് അതിനെ സ്റ്റോർ ചെയ്തിട്ട് വലിയ വലിയ ആൾക്കാരാണ് ഇതിനെ പിന്നീട് വിറ്റ് വലിയ പൈസയ്ക്ക് വിൽക്കുന്നത്. പാവം കൃഷിക്കാരനെ സംബന്ധിച്ച് എന്താണ്, ഇത് ബൾക്കുണ്ടാക്കും, ഈ ബൾക്ക് ഇവന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അവന് കിട്ടുന്ന വില തുച്ഛം വിലയും ഇതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നതിന് സ്റ്റോർ ചെയ്ത് വിൽക്കുന്നവനുമാണ്. ആണോ അല്ലയോ? ഇപ്പം ഈ ലോകത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളത്? അവരായിരിക്കും സമ്പന്നരായിട്ടുള്ളത്. പല രാജ്യങ്ങൾക്കും ഇത്രയൊന്നും സ്റ്റോർ ചെയ്യാനുള്ളൊരു കഴിവും കപ്പാസിറ്റിയും ഉണ്ടാവണമെന്നില്ല. രണ്ടാമത്തത്, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് അവിടുത്തെ മതം തന്നെയാണ്. ഇന്ന് നോക്കൂ, ലോകത്തിൻ്റെ വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചില മതങ്ങളുണ്ടാക്കിയ തീവ്രവാദം തന്നെയാണ്. ആണോ അല്ലയോ? അത് കാരണം എന്തുണ്ടായി? മനുഷ്യനെ സംബന്ധിച്ച് പ്രോഗ്രസ്സിനെ അത് കാര്യമായി ബാധിക്കുന്നു. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പല രാജ്യങ്ങളിലും ഈ തീവ്രവാദം കാരണം ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ നമ്മൾ ബാധ്യസ്ഥരായി തീരുകയാണ്. ആണോ അല്ലയോ? അതുപോലെ മറ്റുള്ള രാജ്യക്കാരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് അവിടുത്തെ സ്വൈരവും സ്വസ്ഥതയും ഇല്ലാതാക്കുക. ഇപ്പം ചൈനയ്ക്കൊക്കെ ധാരാളം സ്വത്തുണ്ട്, സ്ഥലമുണ്ട്. എന്നാലും ഇന്ത്യയുടെ ഈ അതിർത്തി മാന്താൻ ഇവരേതോ കഴിഞ്ഞ ജന്മം പണ്ട് ഏതോ എന്താ പറയുക, അതിർത്തിയിൽ ഏതോ ഒരു അതിർത്തി മാന്തുന്ന ടീമായിരുന്നു തോന്നണു. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചൂടാ, നോക്കില്ല, വെറുതെ പോയി മറ്റുള്ളവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനുഷ്യർക്ക് ജീവിക്കാനുള്ള സമ്പത്ത്, ഇവിടെയുള്ള പണം മുഴുവൻ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടി, അതുപോലെ തന്നെ നമ്മൾ വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അയൽവാസികളെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടുകൾ വരുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രോഗ്രസ്സിനെ സാരമായി നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. എല്ലാ രാജ്യങ്ങളും ഈ മന്ത്രം പഠിച്ചു എന്നിരിക്കുക. സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ആരും ആരെയും വെറുക്കരുത്, ആരും ആരെയും ദ്രോഹിക്കരുത്, ആരും ആരുടെ കാര്യത്തിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ഈ ആയുധങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം, നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ ആയുധങ്ങൾക്ക് ചെലവഴിക്കുന്നത്. പക്ഷെ നമുക്ക് നിവൃത്തിയിൽ ചെലവഴിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരുതൻ തോണ്ടാൻ വരുന്നു, മറ്റവനാണെങ്കിൽ ബോംബ് പൊട്ടിക്കാൻ വരുന്നു. അപ്പോൾ പിന്നെ ആയുധമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം മനുഷ്യൻ്റെ ഈ വളരെ എങ്ങനെയുള്ള സങ്കുചിതമായ സ്വാർത്ഥമായ വെറും ദുഷ്ട മനസ്സാണ് ലോകത്തിൽ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. ശരിയാണോ പറയുന്നത്? ആണോ അല്ലയോ? കാരണം പ്രോഗ്രസ്സിനുള്ള പണം മുഴുവൻ മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിന് വേണ്ടി ചെലവഴിക്കും. മനസ്സിലായില്ലേ? ദാരിദ്ര്യം എന്ന് തീർക്കാൻ പറ്റും മനുഷ്യർക്ക്. ഇതിൻ്റെ ഉത്തരവാദി ഇവർക്കൊക്കെ ഉണ്ട്, ഈ മതക്കാർക്കൊക്കെ ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഈ മതം കൊണ്ടു നടക്കുന്നവർക്കൊക്കെ ഈ രാജ്യത്തിലെ മനുഷ്യൻ്റെ ജീവിതം തകർത്തതിൽ അവർക്ക് പറയൂ. അപ്പം എന്താണ് വരാഹം എന്ന് പറഞ്ഞാൽ? കൂട്ടായ്മയിലൂടെ വേണം എല്ലാവരും പരസ്പരം ഉയരാൻ.